ഹായ്, നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ ഐറിഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ലയം ഓഫ് ലഹർട്ടിയുടെ വളരെ അർത്ഥവത്തായ ഒരു ചെറുകഥയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇതൊരു പാരബിളാണ്. ഈ കഥയുടെ മെസ്സേജ് സെൽഫ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ, സെൽഫ് റിലയൻസ് എന്നിവയാണ്. നമ്മൾക്ക് ഈ കഥ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് മുന്നായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് കമൻസ് ആയിട്ട് ഇടുക. അപ്പം നമുക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. The young seagull was alone on his ledge. His two brothers and sisters had already flown away the day before. He had been afraid to fly with them. അപ്പം ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് സീകളുണ്ട്. സീകൾ എന്ന് പറഞ്ഞാൽ കടൽക്കാക്ക. അവന് ഒരു പാറക്കൂട്ടത്തിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ കടലിൻ്റെ നടുക്ക് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറക്കൂട്ടമാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാറക്കൂട്ടത്തിൽ തനിയെയാണ് അവന് നിൽക്കുന്നത്. കാരണം എന്താണ്? ഇവന് 2 സഹോദരന്മാരും ഒരു സഹോദരിയുണ്ട്. അവർ നേരത്തെ തന്നെ പറന്നു പോയിരുന്നു. പക്ഷെങ്കിൽ ഇവന് പറക്കാനായിട്ട് പേടിയായിരുന്നു. Somehow, when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പം വളരെ കഷ്ടപ്പെട്ടിട്ട് ഇവൻ വിചാരിച്ചു, എല്ലാവരും പോയല്ലോ, ഞാൻ ഇനി എങ്ങനെ തന്നെ ഇരിക്കും ഇവിടെ എന്ന് വിചാരിച്ചിട്ട് അവന് പറക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. പക്ഷെ അവന് ചിറകുകൾ വിടർത്തി ഒന്ന് വീശി പറക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കിന് എന്താ പറ്റി? അവന് വീണ്ടും പേടിയായി. The great expanse of sea stretched down beneath, and it was such a long way down, miles down. അപ്പോൾ ഈ കെട്ടുകളിൽ നിന്ന് താഴേട്ട് നോക്കിയപ്പോഴത്തേക്കിനും എന്താണ്, കണ്ണെത്താ ദൂരത്തേക്ക് കടൽ വ്യാപിച്ച് കിടക്കുകയാണ്. അത് തന്നെയല്ല, വളരെയധികം താഴ്ചയിലാണ് കടലുള്ളത്. അപ്പം അവന് വീണ്ടും പേടിയായി. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. അപ്പോൾ ഇവൻ വളരെ നിരാശനായി. കാരണം എന്താണ്? ഇവൻ വിചാരിച്ചു, ഇല്ല, എൻ്റെ കുഞ്ഞു ചിറകുകൾക്ക് എന്നെ പറന്ന് പൊങ്ങാനായിട്ട് സഹായിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവൻ വീണ്ടും തലേദിവസം കിടന്നുറങ്ങിയ അതേ സ്ഥലത്ത് തന്നെ പോയി കിടക്കുകയാണ്. അടുത്ത പാരഗ്രാഫ്. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. അപ്പം ഇവൻ്റെ കുഞ്ഞു സഹോദരങ്ങൾ അല്ലേ, ഇവൻ്റെ സഹോദരങ്ങളുണ്ട്. അവരുടെ ചിറകുകൾ ഇവൻ്റെ ചിറകിനേക്കാളും ചെറിയ ചിറകാണ്. എന്നിട്ട് പോലും അവരെന്താ ചെയ്തത്? അവർ പറന്നുയർന്നു. പക്ഷേ ഇവൻ്റെ ഈ ഒരു കുഞ്ഞ് സീകളിന് മാത്രം പേടിയാണ്. എന്തിനെക്കുറിച്ചാണ്? പറക്കുന്നതിനെക്കുറിച്ച് പേടിയാണ്. ഇവൻ ഇതുവരെ പറന്നിട്ടില്ല. ഇവൻ്റെ സഹോദരങ്ങളും ആദ്യമായിട്ടാണ് പറക്കുന്നത്. പക്ഷേ അവർ ആദ്യമായിട്ട് പറന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് ആ പേടി അങ്ങ് മാറി. പക്ഷേ ഇവന് മാത്രം ഇതുവരെയും പേടി മാറിയിട്ടില്ല. His father and mother had come around, calling to him shrilly, scolding him, threatening to let him starve on his ledge unless he flew away. But for the life of him, he could not move. അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും വന്നു. ആദ്യമേ പറഞ്ഞു, മോനെ വാ, നീ വന്ന് പറക്ക്, ഒന്നും പേടിക്കണ്ട, ഞങ്ങളിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വളരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല, അവൻ്റെ പേടി മാറുന്നില്ല. അത് കഴിഞ്ഞപ്പം പിന്നെ വഴക്ക് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ കിടക്ക്, ഞങ്ങൾ നിനക്ക് ഭക്ഷണമൊന്നും തരത്തില്ല, നീ ഇവിടെ കിടന്ന് വിശന്ന് കിടന്നാൽ പോലും ഞങ്ങൾ നിനക്ക് ഭക്ഷണം കൊണ്ടു തരത്തില്ല എന്ന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. That was 24 hours ago.
Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. അപ്പോൾ ഏകദേശം 24 മണിക്കൂറുകളായി, ഒരു ദിവസത്തോളമായി അവൻ അവിടെ തന്നെ കിടക്കുകയാണ്. ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. അവൻ്റെ അച്ഛനും അമ്മയും അവനിരിക്കുന്നിടത്തേക്ക് വന്നു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് അവന്. അപ്പം ഈ പാറക്കൂട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഇവൻ കാണുന്നുണ്ട് അച്ഛനും അമ്മയും അവൻ്റെ സഹോദരങ്ങളെ എങ്ങനെ നന്നായിട്ട് പറക്കാമെന്നുള്ളത് പഠിപ്പിക്കുകയാണ്. സ്കിം ചെയ്യുക, വേവ്, കടലിലെ തിരകളിൽ തൊടാതെ തന്നെ അതിൻ്റെ അടുത്തുകൂടെ പറന്നുപോയി എങ്ങനെ മീനുകളെ പിടിക്കാം എന്നുള്ളതാണ് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. He had, in fact, seen his older brother catch his first herring and devour it, standing on a rock while his parents circled around, raising a proud cackle. അപ്പോൾ അവിടെ പാറക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇവന് കാണാം ഇവൻ്റെ മൂത്ത സഹോദരൻ അവൻ്റെ ആദ്യത്തെ മീനെ പിടിച്ചു. ഒരു ചെറിയ മീനാണ് ഹെറിങ് എന്ന് പറയുന്നത്. ഡിവോർ എന്ന് പറഞ്ഞാൽ വളരെ ആർത്തിയോടെ നമ്മൾ കഴിക്കുന്നതിനാണ് ഡിവോർ എന്ന് പറയുന്നത്. അപ്പം ഇവന് ആ മീനെ പിടിച്ചതിൻ്റെ സന്തോഷത്തിൽ അവൻ്റെ അച്ഛനും അമ്മയും ഇവൻ്റെ സഹോദരനെ പ്രശംസിക്കുകയാണ്. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. അപ്പം ഈ ഫാമിലി മുഴുവനും ഇവൻ്റെ പേടിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവരെല്ലാം തന്നെ ആർത്തുല്ലസിച്ച് അവിടെ കഴിയുകയാണ്. അവർ ആഹാരമെല്ലാം കഴിച്ച് ഇവൻ്റെ സഹോദരങ്ങളെല്ലാം നീ മീനെ പിടിക്കാനും നീ പറന്ന് പൊങ്ങാനും കടലിൻ്റെ മേലെ കൂടെ പറക്കാനും എല്ലാം പഠിച്ച് അവർ ആർത്തുല്ലസിച്ച് അവൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവരുടെ ഒരു ഫാമിലി എല്ലാം തന്നെ അവർ വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഇവൻ മാത്രം വിശപ്പും സങ്കടവും എല്ലാം സഹിച്ച് അവിടെ പാറക്കെട്ടിൽ ഇരിക്കുകയാണ്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. അപ്പോൾ ഏകദേശം ഇവന് ഭയങ്കര ക്ഷീണമായി തുടങ്ങി. കാരണം ഒരു ദിവസത്തോളമായി ഒന്നും കഴിക്കാതിരിക്കുന്നത്. അപ്പം സൂര്യനൊക്കെ വളരെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. He felt the heat because he had not eaten since the previous nightfall. അപ്പോൾ കഴിഞ്ഞ രാത്രി മുതൽ ഇവനൊന്നും കഴിച്ചിട്ടില്ല. അവൻ്റെ അച്ഛനും അമ്മയും ഒന്നും കൊടുത്തുമില്ല. അവനവിടെ പട്ടിണിക്ക് തന്നെ കിടക്കുകയാണ്. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. അപ്പോൾ അവിടെ ആ പാറക്കെട്ടുകളിലെല്ലാം തന്നെ നോക്കുകയാണ് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു തരി ആഹാരം പോലും അവിടെ എങ്ങും കാണാനായിട്ട് അവന് സാധിച്ചില്ല. He had searched every inch, rooting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. അപ്പം ഇവർ ഈ മുട്ട വിരിഞ്ഞിട്ട് ഈ കാക്കക്കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പോൾ അവരുടെ ആ കാക്കക്കൂട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്തെല്ലാം പോയി നോക്കുന്നുണ്ട് ഒരു തരി ആഹാരമെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. He even gnawed at the dried pieces of eggshell. It was like eating a part of himself. അപ്പോൾ അവിടെ ഈ ഇവരുടെ ദേഹത്തുനിന്ന് പൊഴിഞ്ഞ് വീണ് അല്ലെങ്കിൽ മുട്ട പൊട്ടിയാണല്ലോ ഈ കാക്കക്കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ആ എഗ്ഷെല്ലുകൾ ആ മുട്ടത്തോടുകളെ പോലും പോയി നക്കി നോക്കുകയാണ്. പക്ഷേങ്കിൽ ഒരു രക്ഷയില്ല, ഒന്നുമില്ല അവന് കഴിക്കാനായിട്ട്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. അപ്പോൾ ഇവൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തണം. പക്ഷെങ്കിൽ പറക്കാൻ വയ്യ. പറക്കാതെ എങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്താം എന്നുള്ളതാണ് അവൻ്റെ ഏക ചിന്ത.
But on each side of him, the ledge ended in a sheer fall of precipice with a sea beneath. പക്ഷേങ്കിൽ ഇവൻ നിൽക്കുന്ന ഈ ഒരു പാറക്കൂട്ടം കടലാൽ ചുറ്റപ്പെട്ടാണ്. കടലാണ് ചുറ്റും. അത് കാരണം ഏതുവഴി പോയാലും കടൽ തന്നെയാണ്. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ് വൈഡ് ക്രാക്ക്. അപ്പം ഈ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്ന സ്ഥലത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നല്ല ദൂരമുണ്ട്. കാരണം എന്താണ്, അതിന് ഇതൊരു പാറക്കൂട്ടം, കടലിൻ്റെ നടുക്കിരിക്കുന്ന പാറക്കൂട്ടമാണ്, ചുറ്റും കടലാണ്. Surely he could reach them without flying if he could only move northwards along the cliff face. But then, on what could he walk? There was no ledge, and he was not a fly. And above him, he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. അപ്പം ഇവൻ നോക്കിയപ്പം ഓക്കെ, നോർത്ത് സൈഡിലേക്ക് പോയാൽ ചിലപ്പം പറക്കാതെ ചെല്ലാൻ പറ്റുമായിരിക്കും. പക്ഷേങ്കിൽ നോർത്ത് സൈഡിലുള്ള പാറക്കെട്ടുകൾ വളരെ ഉയരത്തിലാണ്. അപ്പം ഇത് എത്രമാത്രം ഉയരമുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ദൂരം നടന്നാലോ പറന്നാലോ എത്താൻ പറ്റുമെന്ന് പോലും ഇവന് ഒരു നിശ്ചയമില്ല. അപ്പം ഒരു രക്ഷയുമില്ലാതെ നിസ്സഹായനായിട്ട് അവനോട് നിൽക്കുകയാണ്. He stepped slowly out to the brink of the ledge, and standing on one leg, with the other leg hidden under his wing, he closed one eye, then the other, and pretended to be falling asleep. Still they took no notice of him. അപ്പോൾ ഇവന് അച്ഛനും അമ്മയും കാണിക്കാനായിരിക്കും ഉറങ്ങുന്നതായിട്ട് ഭാവിച്ചു. പക്ഷേങ്കിൽ എന്നിട്ട് പോലും അച്ഛനും അമ്മയും യാതൊരു തരത്തിലും അവനെ ശ്രദ്ധിക്കുന്നതേയില്ല. He saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. അപ്പം സഹോദരങ്ങൾ എല്ലാം തന്നെ ആഹാരമെല്ലാം കഴിച്ച് അവർ പറക്കലെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് അവർ ഒരു മയക്കത്തിലാണ്. ഡോസ് ചെയ്യാന്ന് പറഞ്ഞാൽ മയങ്ങുകയാണ്. His father was preening the feathers on his white back. അപ്പോൾ പ്രീനിങ് എന്ന് പറഞ്ഞാൽ ചിറകുകളൊക്കെ കോതി ഒതുക്കി വളരെ വൃത്തിയാക്കി വെക്കുന്നതിനാണ് പ്രീനിങ് എന്ന് പറയുന്നത്. അപ്പം only his mother was looking at him. അമ്മ മാത്രം ഇവനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ബാക്കി ആരും തന്നെ ഇവനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇവന് വളരെയധികം സങ്കടം തോന്നി. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അമ്മ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മ വളരെ ഉയരത്തിലുള്ളൊരു സ്ഥലത്ത് കയറി നിന്ന് ഇവൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മയുടെ കയ്യിൽ ഒരു ചെറിയ മീനുണ്ട്, ഒരു ഫിഷുണ്ട്. അതിനിടയ്ക്ക് അമ്മയുടെ കൊക്കുകളൊക്കെ പാറക്കൂട്ടങ്ങളിൽ ഇട്ട് ഉരച്ച് നല്ല മൂർച്ച ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കഴിക്കാനുള്ളൊരു ഭാവത്തിൽ നിൽക്കുകയാണ് ഈ അമ്മ. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. അപ്പം അമ്മ ഇവനെ കൊതിപ്പിക്കുകയാണ്. അമ്മയുടെ കയ്യിൽ ഫുഡുണ്ട്, ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ മുറിക്കുന്ന പോലൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ഇവന് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചു. കാരണം എന്താ, ഇവൻ വിശന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഇവന് മണിക്കൂറുകളായി ഇവൻ വല്ലതും കഴിച്ചിട്ട് വളരെയധികം വിശപ്പും ദാഹവും സങ്കടവും വിഷമവും പേടിയും എല്ലാമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ കൊച്ചു സീകളിരിക്കുന്നത്. He uttered a low cackle. His mother cackled too and looked at him. അപ്പോൾ ഇവന് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാക്കി. അമ്മയും തിരിച്ച് റെസ്പോണ്ട് ചെയ്തു. Ga, ga, he cried, begging her to bring him over some food. Ga, she screamed back mockingly. അപ്പം ഇവൻ അവിടെ കിടന്ന് അമ്മേ എനിക്ക് ഇച്ചിരി ഫുഡ് തായോ, എനിക്ക് വിശക്കുന്നേ, എനിക്ക് കഴിക്കാൻ ആഹാരം തായോ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തായോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അമ്മ ചെയ്ത്? അമ്മ തിരിച്ച് വളരെ നീ അവിടെ കിടക്ക്, നിനക്ക് തന്നെ പറന്നു പോയി മീനെ പിടിക്കാൻ വയ്യെങ്കിൽ നീ അവിടെ കിടക്ക് എന്ന്
കളിയാക്കി തിരിച്ച് പറയാണ്. But he kept calling plaintively, and after a minute or so, he uttered a joyful scream. പക്ഷേങ്കിൽ ഇവന് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അമ്മ എന്ത് പറഞ്ഞാലും വേണ്ടല്ലോ, വീണ്ടും വീണ്ടും യാചിക്കുക, അമ്മേ വാ അമ്മേ വിശക്കുന്നു അമ്മേ എന്ന് പറഞ്ഞിട്ട് യാചിക്കുക. അപ്പം നമുക്ക് നോക്കുമ്പോൾ അവന് അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവന് സന്തോഷം വരുന്നു. അപ്പോൾ എന്താണ് കാര്യം? His mother had picked up a piece of fish and was flying across to him with it. അമ്മ ഒരു ചെറിയ മീൻ കഷ്ണം എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. He leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. അപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി കുഞ്ഞ് സീകളിനും അല്ലേ, ഈ കടൽ കാക്കയ്ക്ക്. അപ്പോൾ അവൻ വിചാരിച്ചു ഇപ്പോൾ അമ്മ വരും, എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ആഹാരം തരും എന്ന രീതിയിൽ അവന് വായും ഒക്കെ തുറന്നു വെച്ച് ഇരിക്കുകയാണ്. ബട്ട് when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അപ്പോൾ ഇവൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നായിട്ട് തന്നെ എന്ത് ചെയ്തു? അമ്മ അവിടെ അങ്ങ് നിന്നു, ഹോൾട്ട് ചെയ്തു, അവിടെ അങ്ങ് നിന്നു. അപ്പം കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് അമ്മ നിൽക്കുന്നത്, പക്ഷേ എന്നാൽ ഈ കാക്കയുടെ അടുത്തുമല്ല. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. അപ്പോൾ ഇവൻ ആലോചിക്കും, ഇതെന്താ അമ്മ എൻ്റെ അടുത്ത് വരാതെ? ഞാൻ എത്ര നേരമായിട്ട് അമ്മയോട് പറയുന്നു എനിക്ക് ആഹാരം വേണം, ഞാൻ വിശന്നിരിക്കുകയാണെന്ന് അമ്മയ്ക്ക് അറിയുകയും ചെയ്യും, എന്നിട്ട് എന്താ അമ്മ ഇതുവരെ വരാത്തത്? അപ്പം ഇവന് വിശപ്പ് ഭയങ്കരമായിട്ട് ഇവനെ ഇതിൻ്റെ ചിന്താശക്തി എല്ലാം തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, അവന് ഒറ്റ ചാട്ടം കൊടുത്തു ഈ അമ്മയുടെ കയ്യിലിരിക്കുന്ന മീൻ പിടിച്ചെടുക്കാനായിട്ട്. With a loud scream, he fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അമ്മ എന്ത് ചെയ്തു? ഇവൻ ചാടി വന്നപ്പോൾ തന്നെ അമ്മ പറന്ന് പൊങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഈ കൊച്ചു കാക്ക എന്ത് പറ്റി? അവന് ഈ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് അവന് ഒരു കാക്കയുടെ സ്വതവേ ഉള്ള ശീലമാണല്ലോ പറക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അപ്പം നോക്കിയപ്പോൾ അമ്മ അതാ പറന്നുയരുകയാണ്. Then a monstrous terror seized him and his heart stood still. അപ്പോഴാണ് അവന് മനസ്സിലായി, അയ്യോ ഞാനും പറക്കുകയാണോ എന്ന് വിചാരിച്ചിട്ട് അവനെ ഭയങ്കരമായിട്ട് പേടി തോന്നി. He could hear nothing. അവനൊന്നും തന്നെ കേൾക്കാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. But it only lasted a moment. അതൊരു നിമിഷത്തേക്ക് മാത്രമായിരുന്നു. The next moment he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. അപ്പോൾ ആദ്യത്തെ ഒരു നിമിഷങ്ങളിൽ മാത്രമാണ് അവന് പേടി തോന്നിയത്. ആ ഒരു നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൻ്റെ ആ പേടി മാറുകയും അവന് തന്നെ മനസ്സിലായി അവൻ പറക്കുകയാണെന്ന് മനസ്സിലായി. കാറ്റ് അവൻ്റെ ബ്രസ്റ്റ് ഫെദേഴ്സിലും അല്ലെങ്കിൽ സ്റ്റൊമക്കിലും എല്ലാം തന്നെ അവൻ്റെ കാറ്റ് വന്നടിച്ചപ്പോൾ അവന് മനസ്സിലായി, അതെ ഞാൻ പറക്കുകയാണ് എന്ന് അവന് മനസ്സിലായി. He could feel the tips of his wings cutting through the air. അപ്പോൾ അവന് എയറിൽ കൂടെ കാറ്റിൽ കൂടി അവൻ്റെ ചിറകുകൾ, കുഞ്ഞി ചിറകുകൾ പറക്കുന്നതായിട്ട് അവൻ ആ കാറ്റിൽ കൂടി പറന്നു പോകുന്നതായിട്ട് അവന് മനസ്സിലായി. He was not falling headlong now. He was soaring gradually downwards and outwards. സോറിങ് എന്ന് പറഞ്ഞാൽ പറന്നുയരുന്നതിനാണ് പറയുന്നത്. അപ്പോൾ വളരെ സാവധാനം അവൻ പറന്നുയരുകയാണ്. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. അപ്പോൾ ആദ്യമായിട്ട് പറക്കുന്നതുകൊണ്ട് അവന് ചെറിയൊരു ഡിസി എന്ന് പറഞ്ഞാൽ ചെറിയ ഈ തലകറക്കമൊക്കെ പോകുന്നത് തോന്നുന്നതാണ് ഡിസി ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറക്കുന്നതുകൊണ്ട് അവന് ചെറുതായിട്ടൊരു
ഡിസീനസ് തോന്നി. എന്നാൽ പോലും എന്താണ്, അവന് മനസ്സിലായി, അവന് പറന്നുയരുകയാണ്, അവന് താഴെ വീഴുന്നില്ല. ഇത്രയും നേരം അവന് താഴെ വീഴുമെന്ന് പേടിച്ച് നിന്നിരുന്ന അവന് ഇപ്പോൾ ഇതാ പറക്കുകയാണ്, കാറ്റിൽ കൂടെ പറന്നുയരുകയാണ്. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga, ga, ga. His mother swooped past him, her wings making a loud noise. അവന് വളരെയധികം സന്തോഷമായി. അവന് വളരെയധികം സന്തോഷിച്ച് അവൻ പറന്ന് ഉയരാനായിട്ട് ശ്രമിക്കുകയാണ്. അമ്മ കൂടെ തന്നെ അവൻ്റെ കൂടെ തന്നെ പറക്കുന്നുണ്ട്. He answered her with another scream. Then his father flew over him screaming. Then he saw his 2 brothers and sister flying around him, soaring and diving. അപ്പോൾ ഈ ഫാമിലി മുഴുവൻ കൂടി ഇവനെ പ്രശംസിക്കുകയാണ്. He uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Ga, 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 gall. His mother swooped past him, her wings making a loud noise. അപ്പോൾ ഇവന് വളരെയധികം സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അധികം അവന് സന്തോഷത്തിൽ അവന് പറന്നുയരുകയാണ്. അവൻ്റെ അമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ കൂട്ടത്തിൽ പറക്കുന്നുണ്ട്. He answered her with another scream. Then his father flew over him screaming. Then he saw his 2 brothers and sister flying around him, soaring and diving. അപ്പോൾ ഇവൻ്റെ നോക്കിയപ്പോൾ അച്ഛനും സഹോദരങ്ങളും എല്ലാം തന്നെ അവനെ പ്രശംസിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ തന്നെ പറക്കുകയാണ്. Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. അപ്പോൾ അവന് ഇപ്പോഴെന്താണ് അവൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, അവന് ഇത്രയും നാളും അവന് പറക്കാൻ പേടിയാണെന്നുള്ള കാര്യം പോലും അവന് മറന്നുപോയിരിക്കുന്നു. അവനിപ്പോൾ നന്നായിട്ട് പറക്കാൻ സാധിക്കും. അവന് വളരെയധികം സന്തോഷത്തോടെ ആ പേടി മാറി അവന് വളരെയധികം സന്തോഷത്തോടെ പറക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അവന് മനസ്സിലായി. He was near the sea now, flying straight over it, facing out over the ocean. അപ്പം ഇവനെ അവൻ്റെ അച്ഛനും അമ്മയും കടലിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അപ്പം കടലിൻ്റെ തൊട്ട് അടുത്തേക്ക് എത്തിയിരിക്കണം. He saw a vast green sea beneath him with little ridges moving over it. He turned his beak sideways and crowed amusedly. അപ്പം നോക്കിയപ്പോൾ എന്താണ്, നല്ല ഗ്രീൻ കളറിൽ പച്ച നിറത്തിലുള്ള കടൽ അവന് തൊട്ട് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവന് എല്ലാ സൈഡുകളിലേക്കും നോക്കുകയാണ്. ഇവൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതൊക്കെ. അപ്പം വളരെയധികം കൗതുകത്തോടെയാണ് ഇവനിതെല്ലാം കാണുന്നത്. His parents and his brothers and sister had landed on this green floor in front of him. അപ്പോൾ ഇവനെക്കാട്ടിലും മുന്നായിട്ട് തന്നെ ഇവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തന്നെ ഈ ഗ്രീൻ കളറുള്ള ഈ സീയിൽ കടലിൽ ലാൻഡ് ചെയ്തു. They were beckoning to him, calling shrilly. Beckoning to എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുന്നതിനാണ് പറയുന്നത്. അപ്പോൾ അവരെല്ലാം തന്നെ ഇവനെ കടലിലേക്ക് വിളിക്കുകയാണ്. He dropped his legs to stand on the green sea. His legs sank into it. He screamed with fright and attempted to rise again, flapping his wings. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, വരൂ, വന്ന് കടലിലേക്ക് കടലിൽ അവിടെ ലാൻഡ് ചെയ്ത് അല്ലെങ്കിൽ കടലിലേക്ക് എത്തിയാലേ അവന് കടലിൽ നിന്ന് മീനെ പിടിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനാണ് അവർ വിളിക്കുന്നത്. പക്ഷേ കടലിലേക്ക് കാല് തൊട്ടപ്പോൾ എന്താണ്, അവന് വളരെയധികം പേടി തോന്നും. But he was tired and weak with hunger, and he could not rise, exhausted by the strange exercise. His feet sank into the green sea, and then his belly touched it, and he sank no further. അപ്പം ഇവന് പറന്നുയരാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെങ്കിൽ കുറേ നേരമായിട്ടുള്ള വിശപ്പും തളർച്ചയും പിന്നെ ആദ്യമായിട്ട് പറന്നതിൻ്റെ ആയ ക്ഷീണവും എല്ലാം കാരണം എന്താണ്, ഇവന് അധികം പറന്നുയരാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റി, ഇവന് കടലിലേക്ക് തന്നെ ഇവനങ്ങ് വീണതുപോലെ അങ്ങ് ആയി.
ഇപ്പോൾ എന്താണ് അവൻ്റെ വയറ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് സാങ് നോ ഫർദർ. അവൻ്റെ വയറ് വരെ കടലിലേക്ക് തൊട്ടു, പക്ഷെങ്കിൽ അവൻ മുങ്ങിപ്പോയില്ല. അപ്പോൾ അവന് കടലിനോടുള്ള പേടിയും അങ്ങനെ മാറി. He was floating on it, and around him his family was screaming, praising him, and his beaks were offering him scraps of dogfish. He had made his first flight. അപ്പം ഇവന് കടലിൽ മുങ്ങി പോകുന്നില്ല, പക്ഷെ അതിൻ്റെ അകത്ത് ഫ്ലോട്ട് ചെയ്യുന്നേ ഉള്ളൂ. അത് ഈ കാക്കകളുടെ അല്ലെ കടൽ കാക്കകളുടെ ഒരു പ്രത്യേകതയാണ്. അതുങ്ങൾ അതിൽ കടലിലേക്ക് മുങ്ങി പോകത്തില്ല. അവർ എത്ര ഈ വെറുതെ കിടന്നാൽ പോലും അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം തന്നെ അവന് പ്രശംസിക്കുകയും ഡോഗ് ഫിഷ് ചെറിയ മീനുകളെ അവന് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞി സീകളിൽ കടൽ കാക്ക അവൻ്റെ ആദ്യത്തെ പറക്കൽ സാധ്യമായി. അപ്പം ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻസിൽ കമൻ്റായിട്ട് ഇടുക. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.